കുടുംബം സന്തോഷമാവാൻ, ഭദ്രമാകാൻ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ പോരാ. കാരണം ആത്മാർത്ഥമായി കുടുംബത്തെ സ്നേഹിക്കുകയും തന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട സകല നന്മകൾ ചെയ്തു കൊടുത്തിട്ടും എത്ര നല്ല പെർഫെക്ഷനോടുകൂടി ഒരു നല്ല ഉമ്മയായും ഭാര്യയായും പെൺമക്കളായും പെൺകുട്ടികൾ ജീവിച്ചിട്ടും ഇന്നും പല കുടുംബത്തിലും സമാധാനം കണ്ടെത്താൻ പലർക്കും സാധിക്കുന്നില്ല. ആ പെൺകുട്ടികളും പെൺമക്കളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി മതബോധത്തോടുകൂടി കുടുംബത്തെ സ്നേഹിക്കാത്ത, നട്ടെല്ലില്ലാത്ത ചില ഭർത്താക്കന്മാരെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും ഒരു കുടുംബത്തിലെ പെണ്ണ് മാത്രം നന്നായാൽ പോരാ, ആണും നന്നാവണം. എന്റെ പെണ്ണ് അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അവൾക്ക് ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വാശി പിടിക്കുന്ന ചില ഭർത്താക്കന്മാരോട് അതേ മനസ്സോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, പെണ്ണ് മാത്രം നന്നായാൽ പോരാ, മറിച്ച് ആണും നന്നാവണം. തന്റെ ഭാര്യ എങ്ങനെയൊക്കെ നന്നാവണമെന്ന് ഒരു ആണ് ആഗ്രഹിക്കുന്നുണ്ടോ, അതിനേക്കാൾ അപ്പുറം ഒരാണിന് നന്നാവാൻ, ഒരു ഭർത്താവിന് നന്നാവാൻ സാധിക്കണം. ഇത് പറയുമ്പോ പലരും, ഇന്ന് നമ്മളിൽപ്പെട്ട ചിലർക്കും തോന്നുന്ന ഒരു ചിന്ത, ഞാൻ അത്രക്ക് മോശമൊന്നുമല്ല, ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്, അവരെന്താഗ്രഹം പറഞ്ഞാലും ഞാനത് നടപ്പിലാക്കുന്നുണ്ട് എന്നൊക്കെ സ്വയം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെപ്പറ്റി ആലോചിച്ച് ഞാൻ എന്തോ സംഭവം എന്ന് ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. പെണ്ണിനെപ്പറ്റി പറയുമ്പോ ആ പെണ്ണിന് ആ ശിക്ഷയൊന്നും കൊടുക്കരുത്, അവളും നല്ല പെണ്ണ, ഞാൻ ആ കുഴപ്പം എന്നൊക്കെ സ്വയം ഞാൻ എന്തോ ചെയ്തു എന്ന ധാരണയിൽ പെണ്ണിനെപ്പറ്റി പറയുമ്പോൾ അവള് മോശമല്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരുമുണ്ട്. പക്ഷേ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ആരാണ് നല്ല ഭർത്താക്കന്മാർ, ആരായിരിക്കണം നല്ല ഭർത്താക്കന്മാർ. ഇന്ന് ചില പൊതുവെയുള്ള ധാരണ, നല്ല ഭർത്താക്കന്മാരെന്നാൽ ഒന്നിനും ഒരു ചിട്ട കാണിച്ചിട്ടില്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി ഭാരം വഹിക്കുന്നവൻ, സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഓടുന്നവൻ. ചില ഭർത്താക്കന്മാര് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോ ഭാര്യമാരോട് താൽപര്യപൂർവ്വം പറയാറില്ലേ, ഞാൻ ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാ ഇങ്ങനെ നയിക്കുന്നത്, അത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നെന്തോ ഒരു മലമറിക്കുന്ന ഒരു വലിയ സംഭവം ചെയ്തു എന്ന ധാരണയോടെ അതാണ് വലിയ ഭർത്താവിന്റെ സ്ഥാനം എന്ന് തെറ്റിദ്ധരിച്ച ചില ഭർത്താക്കന്മാരുണ്ട്. മറ്റു ചില ഭർത്താക്കന്മാരോ അവർ ഓടുന്നത് പോലും കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ സ്വന്തം ആവേശം കൊള്ളും, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ഓടുന്നു, ഞാൻ കഷ്ടപ്പാട് സഹിക്കുന്നു, ഇതൊക്കെ എന്തിനാണെന്നറിയോ, കുടുംബം കണ്ണീരാവാതിരിക്കാൻ, അവര് സന്തോഷിക്കാൻ. വാരിക്കോരി ചെലവാക്കലൊക്കെയാ ഒരു നല്ല ആണിന്റെ ലക്ഷണം, ഒരു നല്ല ഭർത്താവിന്റെ ക്വാളിറ്റി. ഇന്ന് തെറ്റിദ്ധരിച്ച ചില നാണം കെട്ട ഭർത്താക്കന്മാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. മറ്റു ചിലരാവട്ടെ സ്വന്തം സന്തോഷവും ഇഷ്ടവും സ്വന്തം താല്പര്യവും മാത്രം നോക്കി ജീവിക്കുന്നവർ. പെണ്ണെങ്ങനെ ജീവിക്കുന്നു, അവൾക്കെന്തെങ്കിലും സന്തോഷമുണ്ടോ, അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഇതൊന്നും ചോദ്യങ്ങളില്ല. എന്റെ രാവിലത്തെ ചായ അത് ഗംഭീരമാവണം, ഞാൻ ആഗ്രഹിച്ച ഭക്ഷണമാവണം, ഉച്ചക്കത്തെ ഫുഡ് എന്റെ മനസ്സിന്റെ ചിന്തകൾക്കനുസരിച്ചിട്ടാവണം. അത് പെണ്ണ് വെച്ചാലും കഷ്ടപ്പെട്ടാലും എന്റെ ഇഷ്ടം നടക്കണം. എനിക്ക് 2 കൂട്ടം കറി വേണം, രാവിലെ 2 കൂട്ടം പത്തിരി വേണം, രാത്രി 2 കൂട്ടം വേറെ വേണം, വൈകുന്നേരം കരിച്ചതും പൊരിച്ചതും വേണം, കട്ടൻ ചായക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം, സ്വന്തം താല്പര്യം മാത്രം. പെണ്ണിന് ആരോഗ്യമുണ്ടോ, അവൾക്ക് കഴിവുണ്ടോ, അവൾക്ക് സാധിക്കുന്നുണ്ടോ, ഈ നോട്ടൊന്നും ചില ഭർത്താക്കന്മാർക്ക് നോട്ടല്ല. അവനാന്റെ മുൻപിൽ നേരത്തിന് സാധനം കിട്ടണം. അവനാന്റെ വാശിയും ദേഷ്യവും കാണിച്ച് സ്വയം ഭയങ്കരൻ എന്ന് വിഡ്ഢിവേഷം കെട്ടുന്ന ചില ഭർത്താക്കന്മാർ. അവര് അതുകൊണ്ട് തന്നെ ചിലർ ഇടയ്ക്ക് പറയും, പെണ്ണുങ്ങൾക്കിന്നെ പേടിയാ, നിന്റെ പെണ്ണുങ്ങൾക്കിന്നെ പേടിയാ, അങ്ങനെ നിർത്തണം, അങ്ങനെ വളയ്ക്കണം എന്നൊക്കെ സ്വയം ആവേശം കൊള്ളുമ്പോ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു,
അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബത്തിനെ അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഓരോ പുരുഷന്റെയും ഓരോ ഭർത്താവിന്റെയും വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ അവനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ഏതാണ് ആ ക്വാളിറ്റി? അഹ്സനുഹും ഖുലുഖ, അവന്റെ സ്വഭാവം നന്നാവണം. പള്ളിയിൽ വന്നിരിക്കലല്ല ഈമാനിന്റെ ക്വാളിറ്റി. കാരണം ഒന്നാമത്തെ സഫിലിരിക്കുന്ന ചില ആളുകളുടെ ഭാര്യമാർക്കും രണ്ടാമത്തെ സഫിലും പള്ളിയിൽ സ്ഥിരം വരുന്നവരുടെ ഭാര്യമാർക്കും കുടുംബത്തിന് സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ആരെ കാണിക്കാനായി നിസ്കാരം? പിന്നെ ആരുടെ സർട്ടിഫിക്കറ്റിനായി ജീവിതം? അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഈമാനിന്റെ ലക്ഷണം സമയം തെറ്റാതെ പള്ളിയിൽ വരലല്ല, ഓരോ ഭക്തനും സമയം തെറ്റാതെ പള്ളിയിൽ വന്ന് നിൽക്കലല്ല, നാട്ടിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടാവുക എന്നതല്ല ഒരു നല്ല ഭർത്താവിന്റെ ആണിന്റെ ലക്ഷണം. മറിച്ച് അഹ്സനുഹും ഖുലുഖ, അവന്റെ സ്വഭാവം നന്നാവണം. ആരുടെ മുൻപിൽ നന്നാവണം? നാട്ടുകാരെ മുൻപിൽ നന്നാവണം എന്നല്ല. കാരണം എന്നെപ്പറ്റി ഈ ഇരിക്കുന്ന പലർക്കും നല്ല അഭിപ്രായമുണ്ട്, ഈ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റിയും എനിക്കും നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ അതല്ല ആണിന്റെ വില, ഭർത്താവിന്റെ വില. മറിച്ച് ഹിയാറുക്കും ലിന്നിസാഇക്കും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണോ എന്നറിയിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാരോടാ. അവളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകണം, അവൾക്കൊരു നിലയും വിലയും ഉണ്ടാകണം. എന്റെ നമസ്കാരത്തിനും നോമ്പിനും ഒരു കാതലുണ്ട് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ റബ്ബിനെയും ഞാൻ കെട്ടിയ പെണ്ണിനെയുമാ, നാട്ടുകാരെയല്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് ഒരു നേട്ടവും എനിക്ക് കിട്ടാനുമില്ല. നാളെ മറ്റന്നാൾ മരിക്കുമ്പോ നന്മണ്ട പള്ളിയിൽ വന്ന് മയ്യത്ത് നിസ്കരിക്കും എന്ന് മാത്രമേ എനിക്കതുകൊണ്ടൊരു ഗുണമുള്ളൂ എങ്കിൽ, ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു പെണ്ണാണ് എന്റെ ഭാര്യയെങ്കിൽ 1000 വന്ന് നമസ്കരിച്ചാലും അള്ളാന്റെ സ്വർഗം എനിക്ക് തരാമെന്ന് ലോകത്തൊരാണിനോടും അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാ ഭർത്താക്കന്മാരെ, ഒരാണിന് വില വേണ്ടതും അവന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാകേണ്ടതും അവന്റെ പെണ്ണാവണം. കുടുംബത്തിൽ അവൻ സ്നേഹിക്കുന്ന അവന്റെ ഇണയും തുണയുമായ അവന്റെ ഭാര്യയായിരിക്കണം. പക്ഷേ ഇന്ന് നമ്മളിൽ പലർക്കും സമൂഹത്തിൽ എടുത്താൽ പൊങ്ങാത്ത സ്ഥാനങ്ങളുണ്ട്. സ്ഥാനമായിട്ടും കുടുംബമായിട്ടും ഭയങ്കര സ്ഥാനവും മാനവും കൊണ്ടു നടക്കുന്ന ആളുകൾ. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര നിലയാ നമ്മളിൽ പല ആളുകൾക്കും. ചില സ്ത്രീകൾ പറയുന്നത് പോലെ മറ്റു പല പെണ്ണുങ്ങളോടും ഒരുപാട് റൊമാൻറ്റിക്കാ നമ്മളിൽ പലരും. പക്ഷെ ആ റൊമാൻറ്റിക്ക് കെട്ടിയ പെണ്ണിനോട് ഇന്നുവരെ കാണിക്കാത്തവരുണ്ട്. നാട്ടിലും കൂട്ടിലും കുടുംബത്തിലും കസിനോടും ഏട്ടന്റെ ഭാര്യയോടും അല്ലാത്ത കുടുംബത്തിലെ സ്ത്രീകളോടുമൊക്കെ കല്യാണപ്പറമ്പിലും സമ്മേളനങ്ങളിലും ഒരുമിച്ച് കിടുന്ന ഗൃഹസമ്പർക്ക യോഗങ്ങളിലുമൊക്കെ അന്യ പെണ്ണുങ്ങളോട് റൊമാൻറ്റിക്കും കൊഞ്ചലും കൊയനും കാണുമ്പോ കെട്ടിയ പെണ്ണ് മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കാറുണ്ട്, അയാൾക്ക് എങ്ങനെ പറ്റുന്നു? ഒരു നല്ല വർത്താനം എന്നോട് പറഞ്ഞിട്ടില്ല, ഒരു 10 മിനിറ്റിന്റെ അടുത്ത് ഇരുന്നിട്ടില്ല, നിന്റെ കയ്യെ പിടിച്ച് ഞാൻ ധരിച്ച വസ്ത്രത്തിന്റെ നന്മയെപ്പറ്റി എന്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞിട്ടില്ല. സ്വന്തം പെണ്ണിന്റെയും മക്കളുടെയും അടുത്ത് ഒരു ജാട. മറ്റുള്ളവർക്കൊക്കെ വിലയുണ്ടെങ്കിലും അവനവന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും കൊടുക്കേണ്ട സ്വന്തം പെണ്ണിന്റെ മുൻപിൽ ജാട കാണിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭയപ്പെടുത്തല ആണത്വം, കൈത്തരിപ്പ് തീർക്കല ആണത്വം, പേടിപ്പിച്ച് വറപ്പിച്ചു നിർത്തല ആണത്വം എന്ന് തെറ്റിദ്ധരിച്ച ഭർത്താക്കന്മാരോട് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം നിങ്ങൾ കാണിക്കേണ്ടത് ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തിനോടായിരിക്കണം. അവന ലി അഹ്ലി, കാരണം അള്ളാന്റെ തിരുദൂതൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്നത് എന്റെ ഭാര്യമാരോടാ, എന്റെ കുടുംബത്തോടാ. അത് പറയാൻ പറ്റണം. നാട്ടിലെ കുറെ ആൾക്കാരോട് ക്ഷമിക്കലല്ല പുണ്യം, കെട്ടിയ പെണ്ണിൽ നിന്ന് പോരായ്മ കണ്ടാൽ അത് ക്ഷമിക്കാൻ പറ്റണം. നാട്ടിലുള്ള പലരോടും കമാന്നുമിണ്ടാതെ ദേഷ്യം അടക്കിപ്പിടിച്ച് തിരിച്ചു നടക്കലല്ല ഒരുത്തന്റെ ആണത്വം. കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ ക്ഷമയോടെ ആ കുടുംബത്തെ സ്നേഹിക്കാൻ സാധിക്കണം. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അതിനാ അള്ളാഹു നിങ്ങളെ പടച്ചതും. മേൽചുണ്ടിന്റെ മേലെ മീശയും താടികളുടെ രോമങ്ങളും കൈകാരകത്വത്തിന്റെ അധികാരവും ഒരാളായി റബ്ബ് പടച്ചിട്ടുണ്ടെങ്കിൽ ആ ആണത്വം റബ്ബ് തന്നത് ചില ബാധ്യതകൾ നിർവഹിക്കാനാ, ചില കടമകൾ നടപ്പിലാക്കാനാ, ചില ഉത്തരവാദിത്തങ്ങൾ
നിർവഹിക്കാൻ വേണ്ടിയ സഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ ഏതാണ് ഉത്തരവാദിത്വം? ഒന്നാമത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുടുംബത്തെ ദീനിൽ ഉറപ്പിച്ചു കൊണ്ടു നടക്കല. എന്റെ കുടുംബം മതബോധത്തിൽ, ആ മതബോധ ചിന്തയോടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാക്കുക എന്നുള്ളത് ഒരു കുടുംബത്തോട്, ഒരു വീടിനോട് ഒരാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യത. എന്റെ വാക്ക് കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരോടും ഓരോ വാപ്പാരോടും ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ, നിന്റെ കുടുംബത്തെ ഞാൻ അങ്ങനെ നടത്തുന്നുണ്ട്, നിന്റെ വീടിനെ ഞാൻ അങ്ങനെ നടത്തുന്നുണ്ട്? അത് നടത്താൻ പറ്റാത്ത കാലത്തോളം കഴുതയെപ്പോലെ കുടുംബത്തിന് തിന്നാൻ കൊടുത്തതിന്റെ ഗുണം അള്ളാന്റെ അടുത്ത് പറയാൻ ഒരു വാപ്പാക്കും അവകാശമല്ല, ഒരു ഭർത്താവിനും അവകാശമല്ല. കാരണം ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, റഹിമല്ലാഹു റജുലൻ, ഒരു ആണിന് അള്ളാഹ് സദാ കാരുണ്യം കൊടുക്കും, ബർക്കത്തിറക്കി കൊടുക്കും. എന്താ അവന്റെ യോഗ്യത? ഖാമ മിനൽ ലൈലി, രാത്രി ഉറക്കിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഫസല്ലാ, നമസ്കരിക്കാൻ അവൻ ആരംഭിച്ചു, നമസ്കാരം അവൻ നിർവഹിച്ചു. രാത്രി സുന്നത്താണെങ്കിലും സുബഹിനോടടുത്ത ഫർളാണെങ്കിലും അവൻ ആദ്യം എഴുന്നേറ്റു, അവൻ നമസ്കാരം നിർവഹിച്ചു. അവന്റെ പെണ്ണിനെ അവൻ തട്ടി വിളിച്ചുണർത്തി, അഥവാ കുടുംബത്തെയും അവൻ സ്നേഹിച്ച് വിളിച്ചുണർത്താൻ തുടങ്ങി. അബത്ത്, ആ പെണ്ണ് വിസമ്മതിച്ചാൽ, എഴുന്നേൽക്കാൻ ആ പെണ്ണ് വിസമ്മതം കാണിച്ചാൽ, ഒരൽപ്പം വെള്ളമെടുത്ത് അവളെ മുഖത്തേക്ക് മാന്യമായി തളച്ച് അവളെ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ച് സ്വന്തം നമസ്കാരത്തിന്റെ ഭാഗമാക്കുന്ന ഒരാണിന് റഹിമല്ലാഹു റജുലൻ, അതാണ് ഒരാണിന്റെ ബാധ്യത, കുടുംബത്തെ മതചിട്ടയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ഭർത്താക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു ആചാരമേയില്ല. ഫർളായ നമസ്കാരത്തിന് പോലും നേരത്തിന് എഴുന്നേൽക്കുന്ന ഗുണങ്ങളില്ല. സുബഹിയാവട്ടെ 7 മണിക്ക്, ഇശാഉം മഗ്രിബുമാവട്ടെ വീട്ടിന്റെ ടിവിന്റെ മുൻപിൽ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി എപ്പോഴോ ഒരു ജമാഅത്തിന് പള്ളിയിലേക്ക് ഇറങ്ങും. അല്ലാതെ പെണ്ണ് ഗുണദോഷിച്ചാലും, പെണ്ണ് ഏതെങ്കിലും തരത്തിൽ ഉപദേശം നടത്തിയാലും അത് സമ്മതിച്ചു കൊടുക്കാത്തവർ, ആ പെണ്ണിനെ പെണ്ണിന്റെ വാക്കാണെന്ന് കരുതി അവഗണിക്കുന്നവർ, പുച്ഛിക്കുന്നവർ ഇന്ന് മുസ്ലിം കുടുംബങ്ങളിലില്ലേ? ഭാര്യമാരോട് ചാടിക്കളിക്കും, ദേഷ്യപ്പെടും. എന്തേ ഭാര്യ ഉപദേശിച്ചത്? ബാങ്ക് കൊടുക്കുന്നു, നിങ്ങളൊന്ന് പള്ളിക്ക് പോയിക്കോ, മക്കളെയും കൂട്ടി മോനെയും കൂട്ടി പള്ളിയിലേക്ക് പോയിക്കോ. വൃത്തികേട് പറയും, ഭാര്യമാരോട് ചാടും, കേട്ടാൽ അറയ്ക്കുന്ന തോന്നിവാസം വരെ ചില ഭർത്താക്കന്മാർ സ്വന്തം പെണ്ണിന്റെ മുൻപിൽ അവതരിപ്പിക്കും. മറ്റു ചില ഭർത്താക്കന്മാർ ഒരു പടി മേലെ ചിന്തിക്കും, മക്കളെ കൂട്ടി ഉമ്മാനെ കളിയാക്കും. എന്തെങ്കിലും നടപ്പിന് വരുത്താൻ ഒരുങ്ങുമ്പോ ദീൻ പറഞ്ഞ് മക്കളിടയിൽ വെച്ച് ഉമ്മാനെ പുച്ഛിക്കും. ഉമ്മാക്ക് ഭയങ്കര ദീനാ മക്കളെ, ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പോകുന്ന ഉമ്മയാ എന്നൊക്കെ പറഞ്ഞ് കുടുംബക്കാരെയും നാട്ടുകാരെയും മുൻപിൽ പെണ്ണിനെ അപമാനിക്കും. ഏതു പെണ്ണിനെ? അവനാന്റെ കെട്ടിയ പെണ്ണിനെ, സ്വന്തം പെണ്ണിനെ മറ്റുള്ളവർക്ക് മുൻപിൽ വലിച്ചു കീറാൻ വിട്ടുകൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഏതെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഓരോരുത്തരും ദേഷ്യത്തോടെ പറയും, ഇജ് ഖുർആൻ ക്ലാസ് നിർത്തിക്കോ. വെറുതെ ഖുർആൻ ക്ലാസ്സിന് ചെന്ന് ഉസ്താദുമാര് പറയുന്നത് കേട്ട് കുടുംബത്തെ നന്നാക്കാൻ ഇറങ്ങണ്ട. ഞാൻ എനിക്ക് തോന്നിയതുപോലെ നടക്കൂ, എനിക്ക് പറ്റെങ്കിൽ ജീവിക്കുക, തിന്നാൻ ഞാൻ തരുന്നുണ്ട്, ഒന്നിനൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല, പിന്നെന്നെ പഠിപ്പിക്കണ്ട. പിന്നെന്തിനാ മനുഷ്യരെ ആണെന്ന വർഗമായി മുസ്ലിം കുടുംബമായി നമ്മൾ ജീവിക്കുന്നത്? ഏതെങ്കിലും കാഫറിന്റെ കോലത്തിൽ കാഫറാണെന്ന് സ്വയം സ്ഥാപിക്കാനാണെങ്കിൽ പിന്നെ പടച്ച റബ്ബിന്റെ മുൻപിൽ ഒരാവശ്യത്തിനും കൈനീട്ടാൻ ആണുങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക് അള്ളാഹ് അവകാശം തന്നിട്ടില്ല. അങ്ങനെ കുടുംബത്തെ കൂട്ടി മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യമാരെ പുച്ഛിക്കുന്നവർ ചിലർക്ക് അവിടെയും തീരില്ല. പറയുന്ന ഉസ്താദുമാരോടും ഖുർആൻ ക്ലാസ് എടുക്കുന്ന മൗലവിമാരെയും കളിയാക്കിയാലേ അവർക്കൊരു സന്തോഷം കിട്ടൂ. എന്റെ മൗലവിക്ക് പലതും പറയാം, ഉസ്താദുമാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അവർക്ക് എന്തെങ്കിലും കിട്ടണം. അതൊക്കെ സാമ്പത്തിക നേട്ടത്തിനാ, നാട്ടുകാരുടെ ആളാവാൻ വേണ്ടിയാ. അയാൾ എങ്ങനെയാന്ന് അയാളെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം. അതുകൊണ്ട് ഉസ്താദുമാരും മൗലവിമാരും ഒക്കെ പറയുന്നത് കേട്ട് ഖുർആൻ ക്ലാസ് പോയി ഇന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരായുസ് മുഴുവൻ നീ തിന്നാൻ കൊടുത്താലും നിന്റെ പെണ്ണിനെ വഞ്ചിച്ചവനാ നീ, നിന്റെ മക്കളെ വഞ്ചിച്ചവനാ നീ, നിന്റെ കുടുംബത്തെ വഞ്ചിച്ചവനാ നീ. ഒരാണിന് വിലയുണ്ടാകേണ്ടത് കുടുംബത്തെ മതചിട്ടയിൽ കൊണ്ടു നടക്കുമ്പോഴാ. തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും സഹാബത്ത് അത് കൊടുത്തിട്ടുണ്ട്, തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും കുടുംബത്തെ അവർ സ്നേഹത്തോടെ കൊണ്ടു നടന്നിട്ടുണ്ട്. മറ്റു ചില ഭർത്താക്കന്മാർക്കുള്ള ഒരു ദുഷിച്ച സ്വഭാവമാണ് അമിതമായ ദേഷ്യം.
ദേഷ്യം കയറിയോ, എന്താണ് പറയുന്നതും ചെയ്യുന്നതും എന്ന് ബോധമില്ലാത്തൊരവസ്ഥ. ചിലര് പറയാറുണ്ട്, ആളൊക്കെ നല്ല ഭർത്താവാ, ചെലവിന് തരും, സ്വന്നോല കുണ്ടടക്കും, പക്ഷെ മൂക്കത്താ ശുണ്ടി. പെട്ടെന്നൊന്നു പറഞ്ഞാൽ രണ്ടാമത്തേന് ചൂടാകും. എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് മാത്രമേ കാണൂ. 10 നന്മ ചെയ്തു കൊടുത്താലും ഒരു പോരായ്മ കണ്ടാൽ അയാൾ കുറ്റപ്പെടുത്തും, കുടുംബക്കാർക്കിടയിൽ കുറവാക്കും, ആളുകൾക്കിടയിൽ പരിഹസിക്കും. പലതിന്റെ പേരിലും എന്നെ അയാൾ അടിക്കും. സ്വന്തം പെണ്ണിനെ അടിക്കുന്നവൻ, നാൽക്കാലി അടിക്കുന്ന മാനസികാവസ്ഥക്കാരൻ എന്നാ ലോകത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറ്റൊരു വാപ്പാന്റെ മോളെ കൈപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നാണമില്ലേ പുരുഷ നിനക്ക്? നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവൾ എടുത്തേക്ക് ചെല്ലാൻ? നിനക്കായി വേദന സഹിച്ച് ഗർഭം ധരിച്ചവളാ നിന്റെ പെണ്ണ്. നിന്നെ വാപ്പയെന്ന് വിളിക്കുന്ന മക്കൾക്ക് ജന്മം കൊടുത്തവളാ പെണ്ണ്. അതുകൊണ്ട് പെണ്ണിന്റെ മേത്തൊടരുത്. അടിക്കാൻ ഇസ്ലാം പറഞ്ഞ ഘട്ടങ്ങൾ ചിലതുണ്ടെങ്കിലും അന്യായമായി ഉപദേശിച്ചു എന്ന കാരണത്തിന്റെ പേരിലും, ദീനിൽ കൊണ്ടടക്കാൻ കുടുംബത്തെ ശ്രമിച്ചു എന്ന കാരണത്തിന്റെ പേരിലും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട്. ഏറ്റവും നാണം കെട്ട ഒരു ആണാരെന്നറിയോ? പെണ്ണിനെ തല്ലുന്നോനാ, കെട്ടിയ പെണ്ണിനെ തല്ലുന്നോൻ. ഇന്ന് ലോകത്തിന്റെ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും തീരാത്ത ചില ആളുകൾ ആ ദേഷ്യം തീർക്കുന്നത് പച്ചത്തെറി അഭിഷേകം നടത്തിയിട്ട. മരിച്ചോയ അവളെ വാപ്പാനെ പറയും, ജീവിച്ചിരിക്കുന്ന ഉമ്മാനെയും വാപ്പാനെയും പറയും. മരിച്ചോയ അവളെ ഉമ്മാനെ പറയും. കെട്ടിയ കാലം മുതൽക്ക് അയാൾ പറ്റിച്ച കണക്ക് പറയും. ഉമ്മയും വാപ്പ ഇന്നെ പറ്റിച്ചതാ എന്ന് മരിച്ച വാപ്പാനെ വരെ മുൻനിർത്തി കെട്ടിയ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി സങ്കടപ്പെടുത്തും. ലൈസ ശദീദു ബിസ്റുഅത്തി, ആണ് നിന്റെ കൈക്കരുത്തും നാക്കരുത്തും ഉപയോഗിച്ച് നിനക്ക് ജയിക്കാൻ പറ്റിയേക്കും, പക്ഷെ അങ്ങനെ ജയിക്കുന്നവനല്ല നല്ലൊരു ആണ്. പനിച്ചിന്ന ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അലബ്, കോപം വരുമ്പോ, ദേഷ്യം വരുമ്പോ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി കുടുംബത്തെ സ്നേഹിക്കുന്നവനാ ഏറ്റവും നല്ല ആണ്. കോപം പിശാചിൽ നിന്ന്. അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, നിമിഷ നേരം കൊണ്ടുണ്ടാകുന്ന വർത്താനം ഒരുപാട് ബന്ധം അകറ്റിക്കളയാറുണ്ട്. ഇല്ലേ? പലപ്പോഴും പെണ്ണിനെ പറയുന്ന വാക്ക് 2-3 ദിവസം മാറിക്കിടക്കും. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതാകും, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. എന്നാൽ ആ സമയത്ത് 1-2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വാപ്പൊത്തിപ്പിടിച്ച് നിശബ്ദനായാൽ 1000 സമാധാനം കുടുംബത്തിലുണ്ടാകും. അതാണ് തിരുദൂതൻ പഠിപ്പിച്ചതും. ലാ തഗ്ളബ്, കോപിക്കരുത്. ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, കോപമുണ്ടോ നിങ്ങൾ പിശാചിന്റെ സ്വഭാവക്കാരനാ. അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ലോകത്തിന്റെ തിരുദൂതൻ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെന്ന് പറഞ്ഞാൽ വെക്കണം, വിളമ്പണം, അലക്കിത്തേച്ച് തരണം, നേരത്തിന് തിന്നാൻ കിട്ടണം, ഏതെങ്കിലും തരത്തിൽ വീട് പണികൾ ചെയ്യണം, രാത്രി ഭോഗിക്കാൻ കിടക്കയിലുണ്ടാവണം. ഈ ഒരു പരിഗണന മാത്രം പെണ്ണിന് കൊടുക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കുടുംബത്തിൽ കെട്ടിയ പെണ്ണിന് കൊടുക്കാത്തവർ പറയുമ്പോ ആക്ഷേപമാണെന്ന് ഒരു ഭർത്താക്കന്മാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആകെ 8 ദിവസത്തെ ലീവിനാ അവൻ വിദേശത്ത് നിന്ന് വന്നത്. ആദ്യത്തെ 2 ദിവസം ഓൾഡ് ഫ്രണ്ട്സിന്റെ കൂടെ ടൂറ്, പിന്നത്തെ 2 ദിവസം ന്യൂ ഫ്രണ്ട്സിന്റെ കൂടെ ടൂറ്, പിന്നത്തെ 3 ദിവസം കുടുംബക്കാർക്കും നാട്ടുകാർക്കുമുള്ള പാർട്ടി. 8ാമത്തെ രാത്രി വിമാനം കയറുമ്പോ കെട്ടിയ പെണ്ണിന്റെ മുൻപില് 1/2 മണിക്കൂർ ഇരിക്കാനും പെണ്ണിനെയും കൊണ്ട് ചെറിയ യാത്ര പോകാനും അവളെ മനസ്സറിയാനും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ഒരു പെണ്ണിനെ കണ്ണുനീരിലാക്കുന്നത്? പിന്നെന്തിനാ ഒരു കുടുംബമായി ഒരു കുടുംബത്തിന്റെ അടിവേരിറക്കുന്നത്? മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി പോലും സ്വന്തം പെണ്ണിന് കൊടുക്കാത്തവരുണ്ട്. പെണ്ണ് നല്ലത് ചെയ്താൽ നല്ലൊരു അഭിപ്രായമല്ല. മറ്റു ഭക്ഷണം മറ്റുള്ള വീടുകളിൽ ചെന്ന് പറയുമ്പോ ആ കിട്ടുന്ന ഭക്ഷണത്തിന് അവിടെ പുകയ്ത്തല് പറയും, ആ ഭക്ഷണത്തിന്. എന്നാൽ സ്വന്തം വീട്ടിൽ 2-3 മക്കളെ വെച്ച് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമ്പോ ഇന്ന് വരെ ഒരു നല്ല വർത്താനം കെട്ടിയ പെണ്ണിനോട് പറയാത്തവർ, ഒരു മുടിയയെ കണ്ടതിന്റെ പേരിൽ കുടുംബത്തെ കണ്ണുനീരിലാക്കുന്നവർ ലോകത്ത് ഇന്ന് വരെ ഒരു ഭാര്യമാരും എന്റെ ഭർത്താവ് മുടി തിന്നട്ടെ എന്ന് കരുതി ഒരു പാത്രത്തിൽ മുടിയിട്ട് വേവിച്ചിട്ടില്ല. അറിയാതെ തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും പാറി വീഴുന്നതാവാം. അല്ലാതെ അതിന്റെ പേരിൽ ഭക്ഷണങ്ങൾ വലിച്ചെറിയാനും ആ ഭാര്യയെ സങ്കടപ്പെടുത്താനും ശ്രമിക്കുമ്പോ നിനക്ക് നിന്റെ മനസ്സിന്റെ വലുപ്പറിയാഞ്ഞിട്ടാ. ഓരോ ആണും ചിന്തിക്കേണ്ടത് എങ്ങനെയാ, നിന്റെ പെണ്ണ് മുടിയിട്ടിട്ട് എനിക്കൊരു ഭക്ഷണം തരൂല, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയോ പാറി വന്നതായിരിക്കും. ആ ഒരു മനസ്സുണ്ടല്ലോ, അതാ കുടുംബത്തിന്റെ സമാധാനം. അതുകൊണ്ടാ തിരുദൂതൻ പഠിപ്പിച്ചതും മാ ഹഖുൽ മർഅതു അലാ സൗജിൻ, ഒരാണിന് അവന്റെ പെണ്ണിനോടുള്ള കടമകൾ എന്തൊക്കെയെന്ന്. അൻ യുത്ഇമഹ ഇദാ ത്വഇമ, നീ തിന്നുന്നുണ്ടോ
അവളെയും നീ ഭക്ഷിപ്പിക്കാൻ ശ്രമിക്കണം. ഇന്ന് പൊതുവെ നമുക്ക് വിശന്നാൽ ഹോട്ടലിൽ കയറാം, ഏത് ഹാളിൽ ചെന്നും ഭക്ഷണം കഴിക്കാം. ഇനിയൊരു കൂട്ടത്തിൽ ഒരുമിച്ച് ഭക്ഷണ ഹാളിൽ ചെന്നാൽ പോലും സ്വന്തം ഭാര്യയെ ഒന്ന് പരിഗണിക്കാത്തവര് പോലുമുണ്ട്. അവനാന്റെ തടി ഉറപ്പിക്കുക, അവനാന് കിട്ടിയാ തിന്നുക, എന്നിട്ട് കിട്ടാത്തതിന്റെ പേരിൽ അല്പം നേരം വൈകി ഭാര്യ വെപ്രാളപ്പെട്ട് പ്ലേറ്റും പിടിച്ച് തിന്നാൻ കിട്ടാതെ സങ്കടപ്പെടുമ്പോ ദേഷ്യം പിടിച്ച് നേരത്തിന്റെ കണക്കും പറഞ്ഞ് വലിച്ചു കൊണ്ടുവരിക. ഇതൊന്നൊരു നല്ല സ്വഭാവമല്ല ഭർത്താക്കന്മാരെ. നീ തിന്നുന്നുണ്ടോ, അവളുടെയും വയറ് നീ അറിയണം, അവളുടെയും മനസ്സ് നീ മനസ്സിലാക്കണം. അതോടൊപ്പം നീ ധരിക്കുന്നുണ്ടോ, അവൾക്കും ധരിക്കാനുള്ള ആഗ്രഹമുണ്ട്. നിന്റെ വസ്ത്രത്തെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അവളെയും നീ സ്നേഹിക്കണം. നീ പെരുന്നാളിന് 5000-ന്റെ എടുത്തു, നീ പെരുന്നാളിനും കല്യാണത്തിനും 10,000-ന്റെ എടുത്തു. ഭാര്യയ്ക്ക് വേണ്ടി നിന്നെ ഒന്ന് വിളിച്ചപ്പോ, ഒന്ന് കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോ നിനക്ക് നേരം കിട്ടുന്നില്ല. അവസാനം വാങ്ങി വന്നതിന് ഇല്ലാത്ത കുറ്റങ്ങളും പറഞ്ഞ് ഭാര്യമാരെ സങ്കടപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. സകല ഫ്രണ്ട്സിന്റെ കൂടെയും ടെക്സ്റ്റൈൽ ഷോപ്പ് കയറിയിറങ്ങുന്ന ഒരാണിന് വെട്ടിയ പെണ്ണിന്റെ കൂടെ അരമണിക്കൂർ ഒരു ഷോപ്പ് കയറാൻ നേരല്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? പിന്നെന്തിനാ അവരോട് ഇസ്ലാം കല്യാണം കഴിക്കാൻ കൽപ്പിച്ച്? അതാ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയതും ആ പെണ്ണിനെ വസ്ത്രം ധരിപ്പിക്കുന്ന കാര്യത്തിലും അവളെ ആവശ്യം നിർവഹിക്കുന്നതിലും നിനക്കും ഒരു സൂക്ഷ്മതയുണ്ടാകണം. വലാ യദ്രിബിൽ വജ്ഹ, ഒരിക്കലും അവളെ മുഖത്ത് നീ തല്ലരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മുഖം, ആ കഴുത്തിന്റെ മുകളിലേക്ക് ഒരിക്കൽ പോലും നീ തല്ലാൻ പാടില്ല. വലാ യുകബ്ബിഹ്, അവളെ നീ വെറുപ്പിക്കരുത്, നീ സങ്കടപ്പെടുത്തരുത്. വലാ യഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിലല്ലാതെ ഒരവഗണന മനസ്സോടുകൂടി നീ പുറത്തിറക്കി നടത്താനും പാടില്ല. ഇന്നൊക്കെ ചില ഷോപ്പുകളിലും വാഹനത്തിൽ പോലും ഇരിക്കുന്നത് അകന്നോണ്ട. ചില സ്ഥാപനത്തിൽ ചെല്ലുമ്പോ ഭാര്യാഭർത്താക്കന്മാര് പിണക്കം സ്ഥാപനത്തിലുണ്ട്. ഒരു സാധനം വാങ്ങി അഭിപ്രായം ചോദിക്കുമ്പോ അയാൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണുരുട്ടി ദേഷ്യപ്പെടുത്തി വെപ്രാളപ്പെടുത്തി ഒരു കുടുംബത്തിലെ വഴക്ക് നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്നവർ, കല്യാണ വീട്ടിൽ മുഴുവനും അറിയിക്കുന്നവർ, ആ പെണ്ണിന്റെ മുൻപെന്ന് 4 പെരുന്തരായിരം പറഞ്ഞ് പിറുപിറുത്ത് ഇറങ്ങിപ്പോകുമ്പോ അത് വിജയിച്ചേക്കാം. പക്ഷെ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് മുൻപിൽ തലകുലിച്ച് മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു പെണ്ണൊരു നിമിഷം നെഞ്ചുപൊട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്നു ആണുങ്ങളെ നമ്മളെ വില. അള്ളാന്റെ കണ്ണിൽ ഏറ്റവും വൃത്തികെട്ടവനായി അള്ള നമ്മളെ കണക്കാക്കുന്നത് എങ്ങനെയാ? മറ്റു ചില ആളുകളോ കുടുംബത്തിന് ചെലവാക്കുന്നതിൽ കണക്ക് പറയും. പെണ്ണിനും മക്കൾക്കും വേണ്ടി എന്ത് ചില്ലറ ചെലവാക്കിയിട്ടുണ്ടോ അതയാളെ കണക്കിലുണ്ടാകും. അതിടക്കിടക്ക് എടുത്തു പറയുകയും ചെയ്യും. ഞാൻ പെണ്ണിന് വേണ്ടി അത്ര ചെലവാക്കി, അതുകൊണ്ട് പെണ്ണിന് ഇത്ര ചെലവാക്കി, ഓളെ ഹോസ്പിറ്റലിലെ ഫീസ് ഞാൻ അടച്ച്, ഞാൻ അത്ര അവിടെ കൊടുത്തിട്ടുണ്ട്. പണം കൊടുക്കലും അല്ലെങ്കിൽ ചെലവിന് കൊടുക്കലും സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അടയാളമായി കാണണം എന്ന് ചിന്തിക്കുന്ന ആളാണോ നീ? അഥവാ ഞാൻ പെണ്ണിന് ചെലവിന് കൊടുക്കുമ്പോ ഞാൻ പറയുന്നതിനനുസരിച്ചോള് നടക്കണം, ഇന്നൊരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായി അവളിന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇന്നെ തലേക്കെറ്റി നടക്കണം എന്ന് ചിന്തിക്കുന്ന ആണാണോ നീ? നീ ചെലവാക്കിയ ഒരണക്ക് പോലും അള്ളാന്റെ അടുത്ത് നിനക്ക് കൂലിണ്ടാവൂല. കാരണം ചില ഭാര്യമാര് പറയാറുണ്ടല്ലോ, ഓരോരുത്തരും ചെയ്തതിന്റെ കണക്ക് പറയുമ്പോ ചില ഭാര്യമാര് തിരിച്ചു പറയും, നിങ്ങൾ ആ കണക്കൊന്ന് നിർത്തി, നിങ്ങൾ ഈ ചെറിയ ചെറിയ കണക്കൊന്ന് അവസാനിപ്പിക്കി. വലിയ ഗുണമായിട്ട് ചില ആളുകൾ അത് സ്വയം പുകഴ്ത്തി പറയുകയും ചെയ്യും. ഞാൻ അത്ര ഇത്ര അങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ അവക്ക് വേണ്ടി ഞാൻ എന്ന് പറയുന്ന മനുഷ്യ, നിനക്കല്ല ചെലവാക്കാൻ തന്നത് അവളെയും കൂടി പടച്ചോൻ കണ്ടിട്ടാ, അല്ലാതെ നിന്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, എന്റെ ബിസിനസ് വിക്കും എന്റെ കച്ചവടത്തിൽ അധ്വാനവും കൊണ്ടുമല്ല, എന്റെ വീട്ടിലെ ആ പെണ്ണിനെയും കൂടി കണ്ടിട്ടാ പടച്ചോൻ എനിക്ക് ലാഭം തന്ന്, അടച്ചോൻ എനിക്ക് സമ്പത്ത് തന്ന്. അതാണ് റബ്ബ് പറഞ്ഞതും അഫ്ളലു ദീനാറു യുൻഫിഖുഹു റജുലു, ഒരാണ് ചെലവാക്കുന്നതിൽ ഏറ്റവും നല്ല ചെലവേതെന്നറിയോ? ദീനാറും യുൻഫിഖുഹു അലാ റിയാലിഹി, തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്ന പണമാ. അലാ അഹ്ലിക, തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്ന പണമാ. അഅ്ളമുഹ അജ്റുൻ, ഏറ്റവും പ്രതിഫലം കൂടുതലും സ്വന്തം കുടുംബത്തിലെ സ്വന്തം പെണ്ണിനും മക്കൾക്കും വേണ്ടി ചെലവാക്കുന്ന പണമാ നിന്റെ ഏറ്റവും നല്ല ഗുണം. ആ പണം നീ ചെലവാക്കുന്നത് ഔദാര്യമായിട്ട് പറയണ്ട. നീ അത്ര ചെലവാക്കി ഇത്ര ചെലവാക്കി അതിന്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ചത് എന്നൊന്നും വാശി പിടിക്കല്ലേ. നിന്റെ മക്കളും പെണ്ണുള്ളതും കൊണ്ട് അല്ല നിനക്ക് അങ്ങനത്തെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തന്നേ, നിനക്കൊരു നല്ല ജോലി കിട്ടി, നിനക്കൊരു 6 ശമ്പളം കിട്ടിയത്, നിന്റെ ബിസിനസ് വലുതായത്, നിന്റെ കുടുംബത്തിൽ ആ സന്തോഷം വന്നത്, അവരെയും കൂടി പടച്ചോൻ പരിഗണിച്ചതുകൊണ്ടാ. അത് ചെയ്തലും അവർക്കത് ചെലവാക്കലും വലിയൊരു കാര്യമായിട്ട് നീ പറയണ്ട എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നാണം കെട്ട ഒരാണിന്റെ
ലക്ഷണമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചത് സ്വന്തം പെണ്ണിന് ചെയ്തു കൊടുത്തതിന്റെ കണക്ക് പറയാന്നുള്ളതാ. സ്വന്തം പെണ്ണിന് ചെയ്തു കൊടുത്തതിന്റെ കണക്ക് പറയാ എന്നതാ ഏറ്റവും നാണം കെട്ട സ്വഭാവം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, കുടുംബത്തിൽ പെണ്ണു മാത്രം നന്നായാ പോരാ, ഈ പറഞ്ഞ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും എന്റെ ജീവിതത്തിലുണ്ട് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാ. മരിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു നല്ല ആണാവാൻ, ഒരു നല്ല ഭർത്താവാകാൻ അധികം പണമൊന്നും വേണ്ട, കുറച്ച് വാശിയും വീറും ദേഷ്യവും ഒന്ന് മാറ്റിവെച്ചാൽ മതി. ചെലവാക്കിയതിന്റെയും കൊടുത്തതിന്റെയും തിന്നതിന്റെയും കണക്ക് പെണ്ണിനോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതോളം മനസ്സിലൊരു സങ്കടമായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങളെ അവൾ സ്നേഹിക്കുന്നതെങ്കിൽ നാളെ പടച്ചോണ്ടെടുത്തു പോലും തലകുനിച്ച് നിൽക്കേണ്ടി വരും ആ പെണ്ണിന്റെ മുൻപിൽ. കാരണം 19 വയസ്സ് വരെ വാപ്പാന്റെ കരളായി കൊണ്ടടന്നൊരു പെണ്ണിനെ 10-40 കൊല്ലം അള്ള നിനക്ക് തന്നത് നീ ഓളെ പൊന്നുപോലെ നോക്കുന്നുള്ള വിശ്വാസത്തിലാ. ഒരുറപ്പുമില്ലാതെ അന്ന് വരെ കാണാത്ത നിന്നെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവൾ ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവൾ നമുക്ക് തന്ന വില. ആ വിലയുടെ ഒരു അംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഈ ആയുസ് കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ഈ ഓട്ടം? പിന്നെ ആർക്ക് വേണ്ടിയാ ഈ പരക്കം പായല്? പിന്നെ ആരെ തൃപ്തിപ്പെടുത്താനായി ഈ കറുത്ത തയമ്പൊക്കെ? അതുകൊണ്ട് സൂക്ഷിക്കുക. നല്ല ഭർത്താക്കന്മാരാകാൻ എവിടെയാണോ നമുക്ക് സാധിക്കുക അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ രണ്ട് വിഷയങ്ങൾ പറയുമ്പോൾ, നല്ല ഭാര്യ, നല്ല ഭർത്താക്കന്മാർ എന്ന ഒരു വിഷയം സൂചിപ്പിക്കുമ്പോൾ പല രീതിയിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പല ന്യായീകരണങ്ങളും നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെയുണ്ടായാലും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ മേലെ കൈവച്ച് ഒരു 2 റക്അത്ത് നമസ്കരിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും. ഞാനൊരു നല്ല ഭർത്താവായിരുന്നോ, ഞാനൊരു നല്ല ഭാര്യയായിരുന്നോ എന്ന്. ഞാൻ ഈ സംസാരിക്കുന്നതൊന്നും എനിക്ക് ഫാൻസ് ഉണ്ടാക്കാനും ഈ പള്ളിയിൽ ആളെ കൂട്ടാനും വേണ്ടിയിട്ടല്ല. നാളെ ഈ പള്ളിയിൽ കയറണ്ട, പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അത് അവസാനിപ്പിക്കാനും താല്പര്യമുള്ള ആളാണ് ഞാൻ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മറ്റൊരാൾ ആക്ഷേപിച്ചതുകൊണ്ടോ സൂചിപ്പിച്ചതുകൊണ്ടോ അല്ല. ഞാൻ എന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ചേർത്ത് വെക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം കിട്ടുന്ന വാക്കുകളെ കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാറുള്ളത്. ആ ഗൗരവത്തോടെ തന്നെ ആ വിഷയം കണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല കേൾവിക്കാരനും അള്ളാഹുവിന്റെ കണ്ണിൽ നല്ലൊരു മുഅ്മിനായ ഭാര്യമാരായി മാറാൻ സാധിക്കുന്നത്. ഇതുപോലെ മറ്റു കുടുംബത്തിലുള്ളൊരു വിഷയമാണ് കിടപ്പറയിൽ പോലും സ്വന്തം കാര്യം മാത്രമേ ചില ഭർത്താക്കന്മാർ നോക്കാറുള്ളൂ. സ്വന്തം ഇഷ്ടവും താല്പര്യവും എങ്ങനെയാണോ ആ ആഗ്രഹങ്ങളും ആ ഇഷ്ടവും കഴിഞ്ഞാൽ പിന്നെ എണയുടെ തുണയുടെ ഒരാഗ്രഹം പോലും പരിഗണിക്കാൻ പറ്റാതെ കിടന്നുറങ്ങുന്ന ആളുകൾ പല നിലക്കും പല കുടുംബത്തിലും. നമ്മൾ പറയുന്നത് പോലെ ഒരു പക്ഷേ ആണിന് സ്പർശനം മതിയെന്ന് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയതാണ്. പക്ഷെ പെണ്ണിന് സ്നേഹമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നിങ്ങൾ പെണ്ണിനെ സമീപിക്കുമ്പോ അവളെ നിങ്ങളൊന്ന് ഇംപ്രസ് അഥവാ ഒന്ന് സന്തോഷിപ്പിക്കണം സംസാരത്തിലൂടെ. വാക്കുകൾ കൃത്യമായി തിരുദൂതൻ ഉപയോഗിച്ചത് മലാഇബത്തുൽ സൗസ, നിങ്ങൾ ആ പെണ്ണിനെ ഒന്ന് കളിപ്പിക്കണം. സഹാബത്ത് ചോദിച്ചു, റസൂലെ എങ്ങനെ? നിങ്ങൾ ദൂതന്മാരെ അയക്കണം. സഹാബാക്കൾ ചോദിച്ചു, റസൂലെ എങ്ങനെ? ദൂതന്മാരെന്നാൽ ചുംബനങ്ങളാണ്. അങ്ങനെ സംസാരിച്ചും അവളെ വിഷമങ്ങൾ അറിഞ്ഞും അവൾ അന്ന് അനുഭവിച്ച സങ്കടങ്ങളൊക്കെ ചോദിച്ച് അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് അവളോടൊപ്പം ഒന്ന് തമാശയൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിലുള്ള എല്ലാ സങ്കടവും അവളെ മുൻപിൽ അവതരിപ്പിച്ച് ഒരു മനസ്സു തുറന്ന സംസാരത്തിലൂടെ മാത്രമേ നിങ്ങൾ ആ പെണ്ണിന്റെ അടുത്തേക്ക് സമീപിക്കാൻ പാടുള്ളൂ. ലിതൻഹല ശഹ്വതിഹ, അങ്ങനെ സംസാരിച്ച് നിന്റെ ജീവിതത്തിൽ അവൾക്ക് വലിയ സ്ഥാനമുണ്ട്, നിന്റെ വാക്കുകൾക്കും അവളുടെ വാക്കുകൾക്കും നീ ജീവൻ കൊടുക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നുമ്പോ നിന്റെ മാറോടണയാൻ, നിന്റെ വാക്കുകൾ കേൾക്കാൻ, നിന്റെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ അവളെ മനസ്സു തുടിക്കും. അങ്ങനെ ലിതൻഹല ശഹ്വതിഹ, അവളെ ഉള്ളൊന്ന് നീ ഉണർത്തണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാം പറഞ്ഞ ദാമ്പത്യത്തിന്റെ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂ. അല്ലാതെ ഒരു ഏർപ്പാടിന്റെ മാതിരി നിങ്ങൾ പക്ഷികളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ആവരുത് എന്ന് ലോകത്തിന്റെ തിരുദൂതൻ തന്നെയാ പഠിപ്പിച്ചത്. അവനാന്റെ കാര്യം നടക്കണം, പെണ്ണെന്തു ആയിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനത്തിൽ ആ രീതിയിൽ മുൻപോട്ട് പോകുന്നതോടൊപ്പം ചില വൃത്തികെട്ട ഭർത്താക്കന്മാർക്കുള്ള വൃത്തികെട്ടൊരു സ്വഭാവമാണ്
കണ്ട സെക്സ് വീഡിയോക്കനുസരിച്ച് കുടുംബത്തെ സംവിധാനിക്കുക എന്നുള്ളത്. മറ്റു ചിലർ അതിനേക്കാളും മേലെ പെണ്ണിനോടൊന്നും താല്പര്യമില്ല, അങ്ങനത്തെ വീഡിയോസ് കാണലാണ് അവരുടെ ഹോബി. റൂമിൽ കയറിയാൽ പോലും മാറിയിരുന്ന് അത്തരത്തിലുള്ള വീഡിയോസുകൾ കണ്ട് കുടുംബത്തെ മറക്കുന്ന, ആസ്വാദനം തീർക്കുന്ന നാണം കെട്ടൊരു തലമുറയായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല. അതിനനുസരിച്ചാവണം എന്റെ ഭാര്യ എന്ന് വാശി പിടിക്കാനും പാടില്ല. അതൊക്കെ കുടുംബത്തിന്റെ അടിവേരറുക്കുന്നതാ. അതിനേക്കാൾ ഏറെ സങ്കടകരം മറ്റുള്ള പെണ്ണുങ്ങളോട് പോട്ടെ, ഒരാൺകുട്ടിയോട് തോന്നുന്ന ആകർഷണം പോലും സ്വന്തം പെണ്ണിനോട് കാണിക്കാത്തവരുണ്ട്. ലൂത്തിന്റെ സ്വഭാവക്കാരായ ഏതാൺകുട്ടികളെ കണ്ടാലും അവരോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും സ്വന്തം പെണ്ണിന് കൊടുക്കാത്തവർ. മനുഷ്യരിൽ ഏറ്റവും നാണം കെട്ടവൻ ഗേസെക്സ് അഥവാ പുരുഷവർഗത്തും പുരുഷവർഗവും തമ്മിലുള്ള ജീവിതത്തിന്റെ രതിവൈകൃതങ്ങളാ. അതൊന്നും കുടുംബത്തിലുണ്ടാക്കാതെ കുടുംബത്തെ സ്നേഹിക്കുന്ന, അവളോടൊപ്പം ചെലവാക്കുന്നത് ഒരു ഏർപ്പാടോ ആചാരോ എന്നുള്ള നിലക്ക് മാറി ചെയ്യുന്നത് അഥവാ പ്രവർത്തിക്കുന്നത് ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും, അതൊരു ചുംബനമാണെങ്കിൽ പോലും അതിന്റെ ആസ്വാദനം ഉണ്ടാവണം. രണ്ടു മനസ്സും അറിയണം. കൈത്തരിപ്പ് തീർത്തും തച്ചും വെറുപ്പിച്ചും നാവുകൊണ്ട് കുറ്റപ്പെടുത്തിയും അവസാനം ആഴ്ചന്റെ ഉള്ളിൽ തന്നെ ആ ശരീരത്തെ കയറാൻ ഓടുമ്പോ അത് വെറും അഭിനയം മാത്ര. അതിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷമില്ല. അവിടെയൊക്കെ ഒന്ന് മാറാൻ, ഒന്ന് മനസ്സിന് അതിലൊരു 10 മിനിറ്റ് നേരത്തെ കച്ചവട സ്ഥാപനം അടയ്ക്കണമെങ്കിൽ അടയ്ക്കാൻ, അതുകൊണ്ടൊരു 1000 രൂപ വേണ്ടാന്ന് വെക്കാൻ, ഒരു വരുമാനമല്ലെങ്കിലും കുടുംബത്തിന്റെ ഒരു സമാധാനം അനുഭവിക്കാൻ, അതിനൊരു 10 മിനിറ്റ് നേരത്തെ കുടുംബത്തിലേക്ക് പോകാൻ, ഒന്ന് കുളിച്ച് ഫ്രഷായി കുത്തിരിക്കാൻ. അങ്ങനെയൊക്കെയാ മനുഷ്യരെ കുടുംബം. ആ കുടുംബം കണ്ടെത്താതെ ദുനിയാവിന്റെ വലുപ്പം നോക്കിയും തറവാടിന്റെ മഹിമ നോക്കിയും വാരിപ്പിടിക്കാനുള്ള ഓടുന്നതിന്റെ ഇടയിൽ എല്ലാം ഒരു യാന്ത്രികാകുമ്പോ ഒക്കെ ഒരു പരസ്പരം പറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആവാതിരിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ കാരണം മനസ്സ് വേദനിക്കുന്ന മക്കൾക്കും എളുപ്പത്തിൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.